ഹായ്, ഏവർക്കും ക്രിസ്മസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടക്കുന്ന +1 മാത്തമാറ്റിക്സ് ക്രിസ്മസ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മോസ്റ്റ് ഇമ്പോർട്ടന്റ് 25 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ +1 ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകൾ കണ്ടാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, ലെറ്റ് a equal to x such that x is an integer -3/2 less than or equal to x less than or equal to 3/2 and capital B equal to set 1, 2, 3. Write a in roster form. Find a union b, a minus b വേണമെങ്കിൽ a intersection b ചോദിക്കാം. സോ ഈ സെറ്റിനെ റോസ്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക. -3/2 എന്ന് പറഞ്ഞാൽ -1.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5. -1.5നും +1.5നും ഇടയ്ക്കുള്ള ഇൻഡിജേഴ്സ് അത് -1, 0, 1 അത് റോസ്റ്റർ ഫോമിൽ എഴുതുക. സോ ക്യാപിറ്റൽ A ഈക്വൽ ടു സെറ്റ് -1, 0, 1. നെക്സ്റ്റ് എ യൂണിയൻ ബി, എയിലെയും ബിയിലെയും എലമെന്റ്സ് എടുത്ത് എഴുതുക. അപ്പൊ എയിലെ 3 എലമെന്റ് എഴുതുക, ബിയിൽ എന്താ ഉള്ളത് 1, 2, 3. 1 ഓൾറെഡി എഴുതിയത് കൊണ്ട് റിമൈനിങ് എലമെന്റ്സ് 2, 3 എഴുതിയാൽ മതി. നെക്സ്റ്റ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ സെറ്റ് 1, 2, 3 ആണ്. എ എന്ന് പറഞ്ഞാൽ -1, 0, 1. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ളത് എഴുതണം, ബിയിലുള്ളത് വേണ്ട. അപ്പൊ എയിൽ -1 ഉണ്ട് എഴുതണം, ബിയിലില്ലല്ലോ, 1, 2, 3 നെക്സ്റ്റ് 0 എയിലുണ്ട്, ബിയിലില്ല, സോ അത് എഴുതണം. നെക്സ്റ്റ് 1 എയിലുണ്ട്, ബിയിലുണ്ട്, അത് എഴുതേണ്ട ആവശ്യം ഇല്ല. സോ എ മൈനസ് ബി -1, 0. ഇനി എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിലോ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് അല്ലെ, -1 രണ്ടിലും ഇല്ല, 0 രണ്ടിലും ഇല്ല, 1 മാത്രമാണ്. സെറ്റ് 1 എന്ന് ആൻസർ എഴുതാം. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10 എങ്കിൽ ആൻസർ എന്തായിരിക്കും? 2, 3, 5, 7 അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു സെറ്റ് ബിൽഡറിൽ തന്നിട്ട് റോസ്റ്റർ ഫോമിൽ എഴുതുക, എന്നിട്ട് ഓപ്പറേഷൻസ് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ f of x equal to x² plus 3x plus 5 by x² minus 5x plus 4. ഈ ഫംഗ്ഷൻ ഡിനോമിനേറ്ററിൽ 0 വന്നാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പൊ ഡിനോമിനേറ്ററിൽ 0 ആകാൻ സാധ്യതയുള്ള നമ്പേഴ്സ് ഏത് എന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. അതായത് x² minus 5x plus 4 ഈക്വൽ ടു 0. ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ -5 മൾട്ടിപ്ലൈ ബൈ 4. വാട്ട് ആർ ദ നമ്പേഴ്സ്? -4, -1. സോ ഫാക്ടേഴ്സ് എന്താണ്? x minus 4 into x minus 1, that is x equal to 4, x equal to 1. 4ഉം 1ഉം കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ 0, അപ്പൊ അത് രണ്ടും ഡൊമൈനിൽ വരത്തില്ല. സോ ഡൊമൈൻ ഈക്വൽ ടു ക്യാപിറ്റൽ R, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് മൈനസ് സെറ്റ് 1, 4. 1ഉം 4ഉം പോയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ റിയൽ നമ്പറും ഇതിന്റെ ഡൊമൈൻ ആയിട്ട് വരും. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒപ്പം ഇതിൽ ഡിഫൈൻ സിഗ്നം ഫംഗ്ഷൻ, ഫൈൻഡ് ഇറ്റ്സ് ഡൊമൈൻ റേഞ്ച്, അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൂടെ നോക്കുക. നെക്സ്റ്റ് ട്രിഗണോമെട്രി എന്നുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ. കൺവേർട്ട് 25 ഡിഗ്രി ഇൻറ്റു റേഡിയൻ മെഷർ. ഫൈൻഡ് വാല്യൂ ഓഫ് സൈൻ 75 ഡിഗ്രി. നിങ്ങൾക്കറിയാം ഡിഗ്രി മെഷറിനെ റേഡിയനിലോട്ട് മാറ്റാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മേളിൽ 5, 180/5 36. സോ ആൻസർ 5π/36 റേഡിയൻ. നെക്സ്റ്റ് സൈൻ 75ന്റെ വാല്യൂ. സൈൻ 75നെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് അറിയാവുന്ന വാല്യൂസിന്റെ സമ്മോ ഡിഫറൻസോ ആക്കി എക്സ്പ്രസ് ചെയ്യുക. 75 can be written as 45 plus 30. So now we have to apply the formula sin a plus b, sin a cos b plus cos a sin b. ഫോർമുല മുഖ്യം, അത് പഠിച്ചേ പറ്റൂ. sin a plus b, sin a cos b plus cos a sin b. അപ്പൊ sin 45 into cos 30 plus cos 45 into sin 30. sin 45ന്റെ വാല്യൂ 1/√2, cos 30യുടെ വാല്യൂ √3/2. സ്റ്റാൻഡേർഡ് വാല്യൂസ് അറിയണം. cos 45 again 1/√2, sin 30 1/2. ഡിനോമിനേറ്റർ 2√2 സെയിം ആണ്, അതുപോലെ എഴുതുക. മേളത്തത് ആഡ് ചെയ്യുക, √3 plus 1. Next question, find the distance of the point
minus 1 comma 1 from the line 12 into x plus 6 equal to 5 into y minus 2. So ഈ ലൈനെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. സോ ഈ ലൈനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 12 into x plus 6, ആ 12 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12x plus 72. ഇവിടെ 5 into y minus 2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5y minus 10. നമുക്ക് ഓർഡർ ആക്കി എഴുതാം. 12x ഇത് ലെഫ്റ്റിൽ വരുമ്പോൾ മൈനസ് 5y, അടുത്തത് ഇപ്പോൾ ലെഫ്റ്റിൽ വരുമ്പോൾ പ്ലസ് 10, 72 plus 10 82 equal to 0, which is in standard form. Comparing with the general form, ax plus by plus c equal to 0. a എന്ന് പറഞ്ഞാൽ 12, b എന്ന് പറഞ്ഞാൽ മൈനസ് 5, c എന്ന് പറഞ്ഞാൽ 82. നമുക്ക് -1,1 എന്ന പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാം. അപ്പോൾ പോയിന്റ് x1 -1 y1 1 എന്ന് കൊടുക്കുക. ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല ax1 plus by1 plus c by root of s square plus b square. a into x1 12 into -1 minus 12 minus 5 into 1 minus 5. അടുത്ത് പ്ലസ് c എന്ന് പറഞ്ഞാൽ 82 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് s square plus b square 144 plus 25 root 169 that is 13 എന്ന് കിട്ടും. മേളിൽ 65 by 13 equal to എന്ത് കിട്ടി, 5 എന്ന് കിട്ടി. നെക്സ്റ്റ് we have to find x-intercept and y-intercept of the line 6x plus 3y equal to 5. നമുക്കറിയാം ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ x by a plus y by b equal to 1. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് 1 ആക്കണം. അതിനുവേണ്ടി ഈച്ച് ടേമിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6x by 5 plus 3y by 5 equal to 1. നമുക്ക് x by a എന്ന് എഴുതണം. എക്സിന്റെ കൂടെ ഇവിടെ ഒന്നും വരാൻ പാടില്ല. അപ്പൊ ഈ 6നെ ഡിനോമിനേറ്ററിൽ എഴുതുക, എന്നാൽ വിലയ്ക്ക് വ്യത്യാസം വരാൻ പാടില്ല. അപ്പൊ എങ്ങനെ എഴുതാം, x by 5 by 6. അപ്പൊ 6 മേളിൽ പോകുന്ന ഇക്വലന്റ് ആണല്ലോ. അതുപോലെ 3y by 5 അതിനെങ്ങനെ എഴുതാം, y by 5 by 3 equal to 1. എക്സിന്റെ താഴെ ഇരിക്കുന്നതാണ് എക്സ് ഇന്റർസെപ്റ്റ്, വൈയുടെ താഴെ ഇരിക്കുന്നതാണ് വൈ ഇന്റർസെപ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, മസ്റ്റ് ആയിട്ട് അത് പഠിക്കുക. ഓക്കെ, ഒരു ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ട് അതിനെ ഇന്റർസെപ്റ്റ് ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യുക. അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ്, ഫൈൻഡ് സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8x പ്ലസ് 10y മൈനസ് 12 ഈക്വൽ ടു 0. സോ സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx. എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് 2g, അതിവിടെ എന്താണ് -8. 2fy, വൈയുടെ കോഎഫിഷ്യന്റ് ആണ് 2f, അതിവിടെ 10. ആൻഡ് കോൺസ്റ്റന്റ് c ഈക്വൽ ടു എന്താണ് -12. അപ്പൊ g -4 എന്ന് കിട്ടി, f 5 എന്ന് കിട്ടി. സെന്റർ കാണുന്ന ഫോർമുല വെരി വെരി ഇമ്പോർട്ടന്റ്, പഠിക്കണം. -g, -f, that is opposite sign, 4, -5. റേഡിയസ് കാണുന്ന ഫോർമുല √of g square plus f square minus c, √of 16 plus 25 മൈനസ് പ്ലസ് 12 √53 എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന ചാപ്റ്റർ എന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ പോയിന്റ്സ് -2, 3, 5, 1, 2, 3 ആൻഡ് 7, 0, -1 ആർ കൊളീനിയർ. 3 പോയിന്റ് തന്നിട്ട് അതൊരു ട്രയാങ്കിളിന്റെ, റൈറ്റ് ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണ് എന്ന് പ്രൂവ് ചെയ്യുക ചോദിക്കാം. എങ്കിൽ നീളം കുറഞ്ഞ 2 സൈഡിന്റെ സ്ക്വയറിന്റെ സം ഓഫ് സ്ക്വയർ ഓഫ് 2 സൈഡ് ഈസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദ 3rd സൈഡ് എന്ന് പ്രൂവ് ചെയ്താൽ റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിളുമായി. ചിലപ്പോൾ 3 പോയിന്റ് എന്നിട്ട് ഇറ്റ് റെപ്രസെന്റ്സ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. എങ്കിൽ എന്ത് പ്രൂവ് ചെയ്യണം, ഏതെങ്കിലും 2 സൈഡിന്റെ ലെങ്ത് ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യണം. ഈക്വലാറ്റർ ആണെങ്കിൽ 3 സൈഡ്സ് ആർ ഈക്വൽ. ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ഒരു പോയിന്റ് എന്നിട്ട് അതിന്റെ ഒക്ടന്റ് എഴുതുക. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. ഇവിടെ തന്നിട്ടുള്ള പോയിന്റ് ABC എന്ന് കൊടുത്താൽ ആദ്യം എന്ത് കാണുക, ABC, then AB, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് നിങ്ങൾക്കറിയാം, √of x2 minus x1 the whole square, 1 minus -2, 1 plus 2, അതിന് 1 plus 2 എന്താണ് 3, അതിന്റെ സ്ക്വയർ 9. അടുത്ത 2 minus 3 -1, അതിന്റെ സ്ക്വയർ 1. അടുത്ത 3 minus 5 -2, അതിന്റെ സ്ക്വയർ 4. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √14. സിമിലർലി BC കാണുക, അഗൈൻ √of 7 minus 1 6, അതിന്റെ സ്ക്വയർ 36. അടുത്ത 0 -2 -2 സ്ക്വയർ 4. അടുത്തത് -4 സ്ക്വയർ 16 ഈക്വൽ ടു √56. ഇത് ഫാക്ടറൈസേഷൻ ചെയ്ത് ഇൻ ടേംസ് ഓഫ് √14 എഴുതുക. അപ്പൊ 2 into √14, കാരണം 4 into √14 എന്ന് 4 into 14 എന്ന് പറയുന്നത് 56 ആണ്. അപ്പൊ അതിനെ നമുക്ക് 2 into √14 എന്ന് എഴുതാം. സിമിലർലി AC കാണുമ്പോൾ √126.
9 into 14 എന്ന് പറയുന്നത് 126 ആണ്. അപ്പം 9ന്റെ റൂട്ട് 3 into root 14 എന്ന് എഴുതാം. ഇവിടെ എ ബി പ്ലസ് ബി സി 1 root 14 2 root 14 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 3 root 14. ദാറ്റ് ഈസ് എ സി. സം ഓഫ് ടു സൈഡ്സ് ഇസ് ഈക്വൽ ടു ദ തേർഡ് സൈഡ്. Therefore the points are collinear. അപ്പോൾ 3 പോയിന്റ് കൊളീനിയർ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ സം ഓഫ് ടു സൈഡ്സ് ഇസ് ഈക്വൽ ടു തേർഡ് സൈഡ് എന്ന് കിട്ടിയാൽ പോയിന്റ്സ് കൊളീനിയർ എന്ന് പറയാം. നെക്സ്റ്റ് ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 x raised to 4 minus 16 by x cube minus 8. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എക്സിന് 2 കൊടുത്താൽ 2 raised to 4 16 minus 16 0. അഗൈൻ ഡിനോമിനേറ്ററിൽ 8 minus 8 0 0 by 0. അങ്ങനത്തെ കേസിൽ നമ്മൾ നേരത്തെ പഠിച്ച ഏതെങ്കിലും ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. ഇവിടെ ഫാക്ടറൈസേഷൻ അത്ര ഈസി അല്ല, ചെയ്യാം പക്ഷെ അത്ര ഈസി അല്ല. പക്ഷെ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്ന ഫോർമുല ആക്കിയാൽ എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1 എന്ന ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഫോർമുലയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 എക്സ് റൈസ് ടു 4 മൈനസ് 16 2 റൈസ് ടു 4 എന്ന് എഴുതി ബൈ ഈ സംഗതി എക്സ് മൈനസ് 2 ഡിവൈഡ് ചെയ്യുക ഇൻറ്റു ഒരു എക്സ് മൈനസ് 2 കൊടുത്തു. താഴെ ഒരു ടേം പുതുതായിട്ട് കൊണ്ടുവരുമ്പോൾ വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ മേളിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എക്സ് ക്യൂബ് മൈനസ് 2 ക്യൂബ് ബൈ എന്ത് കൊടുക്കുക? എക്സ് മൈനസ് 2. കാരണം ഇവിടെയും എക്സ് മൈനസ് 2 കൊടുത്തു. ഈ എക്സ് മൈനസ് 2 ക്യാൻസൽ ചെയ്തു. ഈ ലിമിറ്റ് മേളിലും കൊടുത്തു, ഡിനോമിനേറ്ററിലും കൊടുത്തു അല്ലെ. ലിമിറ്റിന്റെ ഓൾജിബ്ര അനുസരിച്ച് ഇങ്ങനെ ചെയ്യാം. ഇനി മേളിൽ ഫോർമുല n ഇൻറ്റു 4 ഇൻറ്റു എ റൈസ് ടു 2 റൈസ് ടു n മൈനസ് 1 4 മൈനസ് 1 3 ഡിവൈഡഡ് ബൈ ഇവിടെയും അതേ ഫോർമുല n ഇൻറ്റു 3 ഇൻറ്റു എ റൈസ് ടു എ എന്ന് പറഞ്ഞാൽ 2 ആണ് 2 റൈസ് ടു n മൈനസ് 1 ദാറ്റ് ഈസ് 2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 8/3 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. Let A equal to set 1, 2, 3 and B equal to set minus 1, 2. Find A cross B. Find number of relations from A to B. Then find the values of X and Y if രണ്ട് ordered pairs equal എന്ന് തന്നിട്ടുണ്ട്. സോ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം A cross B. നിങ്ങൾക്കറിയാം ഇവിടെ തന്നിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? A 1, 2, 3 B minus 1, 2. അപ്പോൾ A cross B എന്തായിരിക്കും? സെറ്റ് ഇട്ടിട്ട് ordered pair 1, minus 1, 1, 2. Then 2, minus 1, 2, 2. Then 3, minus 1, 3, 2. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതേപോലെ ഓർഡേഡ് പേർ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. നമ്പർ ഓഫ് റിലേഷൻസ് കാണുന്ന ഫോർമുല 2 റൈസ് ടു പി ക്യൂ. ആദ്യത്തെ സെറ്റിൽ എലമെന്റിന്റെ എണ്ണം 3, രണ്ടാമത്തെ സെറ്റിൽ എലമെന്റ് എണ്ണം എന്തായിരുന്നു? 2 റൈസ് ടു 6 ദാറ്റ് ഈസ് 64. അടുത്ത എക്സിന്റെ വാല്യൂ ആണ് എക്സ് കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്യുക. x/2 ഈക്വൽ ടു 1 x ഈക്വൽ ടു 2. അടുത്ത y കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്യുക 2y മൈനസ് 3 ഈക്വൽ ടു 1. അതിൽ നിന്ന് 2y ഈക്വൽ ടു 4 y ഈക്വൽ ടു എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. If A subset of B, then A intersection B equal to dash. A subset of B എന്ന് പറഞ്ഞാൽ എയിലുള്ളതെല്ലാം ബിയിലുണ്ട്. അപ്പോൾ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ സ്മോളർ സെറ്റ് എഴുതുക. ദാറ്റ് ഈസ് ആൻസർ എന്താണ്? എ. നെക്സ്റ്റ് യു തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. വി ഹാവ് ടു വെരിഫൈ ഡി മോർഗൻസ് ലോ. എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ആദ്യം നിങ്ങൾ എ ഇന്റർസെക്ഷൻ ബി കണ്ടെത്തുക. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് എഴുതുക. എന്താണ്? 1 രണ്ടിടത്തുമുണ്ട്. ദെൻ പിന്നെ എന്തുണ്ട്? 7 രണ്ടിടത്തുമുണ്ട്. സോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? 1, 7. എങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് അതാണല്ലോ LHS. എന്തായിരിക്കും? നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ 1 മുതൽ 9 വരെയുള്ള നാച്ചുറൽ നമ്പർ. അപ്പോൾ 1ഉം 7ഉം പോയിട്ട് ബാക്കിയുള്ള നാച്ചുറൽ നമ്പർ എഴുതുക. എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ലാത്തത് എഴുതുക, എന്നാൽ യൂണിവേഴ്സൽ സെറ്റിലുള്ളത് എഴുതണം. അപ്പൊ 2, 3, 4, 5, 6, 8, 9. അടുത്ത RHS കാണാൻ ആദ്യം എ കോംപ്ലിമെന്റ് കാണുക. എന്താണ്? എ എന്ന് പറയുന്ന സെറ്റ് 1, 2, 4, 7. ഇതിൽ 1, 2, 4, 7 പോയിട്ട് ബാക്കിയുള്ളത് എഴുതുക. 3, 5, 6, 8, 9. അതുപോലെ ബി കോംപ്ലിമെന്റ് 1, 3, 5, 7 പോയിട്ട് ബാക്കിയുള്ളത് എഴുതുക. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 2, 4, 6, 8, 9. എന്നിട്ട് നമ്മുടെ റൈറ്റ് ആൻസർ എന്താണ്? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇതിന്റെ യൂണിയൻ എടുക്കുമ്പോൾ തൊട്ട് മേളത്തെ സെറ്റ് അതുപോലെ കിട്ടും. ഹെൻസ് ദ വെരിഫിക്കേഷൻ ഈസ് ഓവർ, ഹെൻസ് ദ തിയറം, ഹെൻസ് ദ റിസൾട്ട് എന്നൊക്കെ നമുക്ക് രേഖപ്പെടുത്താം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ.
A equal to set 1, 2, 3, etc. 12. Define a relation from A to A by R equal to ordered pair x comma y such that 2x minus y equal to 0. Write the relation in roster form. Write its domain, codomain and range. അപ്പോൾ ഇവിടെ 2x minus y equal to 0 എന്ന് പറഞ്ഞാൽ 2x equal to y. എക്സിന് ഈ സെറ്റിലെ എലമെന്റ്സ് കൊടുക്കുക, നമ്പർ കൊടുക്കുക. എക്സിന് 1 കൊടുത്താൽ y എന്താണ് 2, എക്സിന് 2 കൊടുത്താൽ y എന്ത് കിട്ടും 4. അങ്ങനെ കൊടുത്തു വരുമ്പോൾ കിട്ടുന്ന എലമെന്റ്സ് ഓർഡേർഡ് പേരാക്കി എഴുതുക. അതാണ് റോസ്റ്റർ ഫോം. ക്യാപിറ്റൽ R ഈക്വൽ ടു എക്സിന് 1 കൊടുത്താൽ y വാല്യൂ 2, 2 കൊടുത്താൽ 4 കാരണം ഡബിൾ അല്ലേ. അടുത്ത 3 കൊടുത്താൽ 6, 4 കൊടുത്താൽ 8, 5 കൊടുത്താൽ 10, 6 കൊടുത്താൽ 12, 7 കൊടുത്താൽ എന്ത് കിട്ടും 14. 7 നമുക്ക് എക്സിന് കൊടുക്കാം, പക്ഷേ നമ്മുടെ സെറ്റിൽ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റും എ എന്ന സെറ്റിൽ എലമെന്റ് ആയിരിക്കണം. 14 എ എന്ന സെറ്റിലുണ്ടോ? ഇല്ല. സോ ഇതുവരെയുള്ള എലമെന്റ്സ് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. സോ വിച്ച് ഈസ് ദ റിലേഷൻ ഇൻ റോസ്റ്റർ ഫോം. നൗ വാട്ട് ഈസ് ദ ഡൊമൈൻ? ഈ ഓർഡേർഡ് പെയറിലെ എക്സ് കോർഡിനേറ്റിന്റെ സെറ്റ് 1, 2, 3, 4, 5, 6. റേഞ്ച് എന്ന് പറഞ്ഞാലോ ഈ ഓർഡേർഡ് പെയർസിലെ സെക്കൻഡ് എലമെന്റിന്റെ സെറ്റ് 2, 4, 6, 8, 10, 12. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെറ്റ്. എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ കോഡൊമൈൻ സെറ്റ് ബി. ഇവിടെ എയിൽ നിന്ന് എയിലേക്ക്. സോ കോഡൊമൈൻ ക്യാപിറ്റൽ എ. 1, 2, 3 എക്സെട്ര എന്താണ് 12 വരെയുള്ള എലമെന്റ്സ് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിലെ മറ്റൊരു ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് 5 plus √2i by 1 minus √2i in the form of a plus ib. Also find multiplicative inverse of the above complex number. ഒരു കോംപ്ലക്സ് നമ്പറിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതിയാൽ മാത്രമേ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എഴുതാൻ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് പാർട്ട് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക. കോംപ്ലക്സ് നമ്പർ എന്തായിരുന്നു? 5 plus √2i by 1 minus √2i ഇൻടു സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ, ഡിവിഷൻ ചെയ്യാൻ. താഴെ ഇരിക്കുന്നതിന്റെ കോൺജുഗേറ്റ് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 minus √2i കോൺജുഗേറ്റ് എന്താണ്? സെന്ററിൽ ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക. 1 plus √2i മേളിൽ മൾട്ടിപ്ലൈ ചെയ്തു, താഴെ മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത മേളിൽ സാധാ മൾട്ടിപ്ലിക്കേഷൻ 5 into 1 5. അടുത്ത 5 into √2i 5 √2i into 1 √2i. √2i മൾട്ടിപ്ലൈ ചെയ്താൽ √2 into √2 2 into i square. അത് -1 ആണ്. 2 into -1 എന്ത് കിട്ടും? -2. ഡിവൈഡഡ് ബൈ താഴെ a plus ib into a minus ib, that is a square plus b square. So 1 square 1 plus √2 into square 2. മേളിൽ ആഡ് ചെയ്യുമ്പോൾ 5 minus 2 3. 5 √2iയും ഒരു √2iയും ആഡ് ചെയ്താൽ 6 √2i by 3. 3 by 3 1 എന്ന് കിട്ടും. 6 by 3 2 √2i എന്ന് കിട്ടും, വിച്ച് ഈസ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം. ഇനി ഇതിന്റെ കോൺജുഗേറ്റ് കാണുക. ഇസഡ് ബാർ എന്താണ്? 1 minus 2 √2i. ഇതിന്റെ മോഡുലസ് കാണുക. റൂട്ട് ഓഫ് 1 into square 1. അടുത്ത 2 √2 into square 4 into 2 8 എന്ന് കിട്ടും, that is √9, that is 3. Now multiplicate inverse കാണുന്ന ഫോർമുല ഇസഡ് ബാർ ബൈ മോഡ് ഇസഡ് സ്ക്വയർ. ഇസഡ് ബാർ ഇതാണ്, ഡിവൈഡഡ് ബൈ മോഡ് ഇസഡിന്റെ സ്ക്വയർ. 3 സ്ക്വയർ എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മസ്റ്റ് ആയിട്ട് പഠിക്കുക. നെക്സ്റ്റ് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോൾവ് 3x minus 4 by 2 greater than or equal to x plus 1 by 4 minus 1. Show the graph of the solution on number line. ഈ ലീനിയർ ഇനിക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ഇനിക്വാളിറ്റി എഴുതി ഡിനോമിനേറ്റർ LCM എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ഈച്ച് ടേമിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 4 by 2 എന്ത് കിട്ടും? 2 into ദിസ് ടേം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ 4ഉം 4ഉം ക്യാൻസൽ ചെയ്തു പോയി. അപ്പോൾ പിന്നെ x plus 1 മൈനസ് ഇവിടെയും 4 മൾട്ടിപ്ലൈ ചെയ്യണം 4. നെക്സ്റ്റ് അകത്തോട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 6x minus 8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x plus 1 minus 4. 6x minus x 5x minus 8 ഇപ്പുറത്ത് പ്ലസ് 8 9 minus 4 5. 5 ഡിവൈഡ് ചെയ്താൽ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ സൊല്യൂഷൻ എന്താണ്? എക്സിന്റെ വാല്യൂ 1 അതിനേക്കാളും വലിയ റിയൽ നമ്പേഴ്സ്. അപ്പോൾ എക്സ് എലമെന്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവെൽ 1, എന്ന് വേണമെങ്കിൽ എഴുതാം. ഇനി നമ്പർ ലൈൻ വരച്ചു അല്ലെ? ഇവിടെ എന്താണ്? 1 ഉൾപ്പെടെ. അപ്പോൾ 1 എന്ന് പറയുന്ന അവിടെ ഒരു സർക്കിൾ ഇടുക, അതൊന്ന് ഡാർക്കൺ ചെയ്യുക. ഇവിടെ ഈക്വൽ ടു ഇല്ലായിരുന്നെങ്കിൽ ജസ്റ്റ് ഒരു സർക്കിൾ മാത്രം ഇട്ടാൽ മതി, ഡാർക്കൺ ചെയ്യേണ്ട. ഇവിടെ ഇൻക്ലൂഡഡ് എന്ന് കാണിക്കാനാണ് സർക്കിൾ ഇട്ട് ഡാർക്കൺ. 1 വലിയ 1 അതിനേക്കാളും വലിയ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ട് ഡാർക്കൺ ചെയ്യുക, ഡബിൾ ഷെയ്ഡ് ചെയ്യുക. അതായത് ഇത് ഈ 1 മുതൽ ഈ ഇങ്ങോട്ട് വരുന്ന എല്ലാ എലമെന്റ്സും ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ആയിട്ട് വരും എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. If NC5 equal to NC3, then find NC8.
നമുക്കറിയാം NCA ഈക്വൽ ടു NCB ആണെങ്കിൽ N ഈക്വൽ ടു A പ്ലസ് ബി. അപ്പോൾ N ഈക്വൽ ടു 5 + 3 8 എന്ന് കിട്ടും. അപ്പോൾ NC8 8C8 ആൻസർ എന്താണ് 1. നെക്സ്റ്റ് എ ടീം ഓഫ് 7 ഹാസ് ടു ബി ഫോംഡ് ഫ്രം 9 ബോയ്സ് ആൻഡ് 4 ഗേൾസ്. ഇൻ ഹൗ മെനി വേസ് ക്യാൻ ദിസ് ബി ഡൺ when the team consists of exactly 3 girls? Number of ways equal to എന്ത് വരും? നമുക്ക് 7 പേരെ സെലക്ട് ചെയ്യണം, അതിൽ 3 ഗേൾസ് വേണം. അപ്പോൾ ബാക്കിയുള്ളവർ ആരായിരിക്കണം? ബോയ്സ്. അപ്പോൾ 3 ഗേൾസ് സെലക്ട് ചെയ്യുമ്പോൾ എത്ര ബോയ്സിനെ സെലക്ട് ചെയ്യണം? 4 ബോയ്സിനെ സെലക്ട് ചെയ്യണം. നമ്പർ ഓഫ് വേസ് എന്തായിരിക്കും? 3 ബോയ്സ് നമുക്ക് 3 ഗേൾസിനെ സെലക്ട് ചെയ്യണം. ഫ്രം എത്ര ഗേൾസ് ഉണ്ട്? മൊത്തം 4. 4ൽ നിന്ന് 3. സോ ഹൗ മെനി വേസ് ദിസ് ക്യാൻ ബി പോസിബിൾ? 4C3 ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു മൊത്തം 9 ബോയ്സ് ഉണ്ട്, അതിൽ നിന്ന് 4 ബോയ്സിനെ സെലക്ട് ചെയ്യണം. സോ 9C4. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ ഇതിന്റെ വാല്യൂ കിട്ടും. ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ, നമുക്ക് എക്സാക്ട്ലി 3 ഗേൾസ്. അപ്പൊ ബാക്കിയുള്ളത് ബോയ്സ് ആയിരിക്കണം. മൊത്തം 7 പേര് വേണം. അപ്പൊ 3 ഗേൾസ് ആണെങ്കിൽ ബാക്കി 4 പേര് ബോയ്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് വന്നാൽ സാധ്യത എന്ത്? അറ്റ്ലീസ്റ്റ് 3 ഗേൾ എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റീസ്. കുറഞ്ഞത് 3 ഗേൾസ്, അപ്പൊ സാധ്യത 3 ഗേൾ ആകാം. അപ്പോൾ 4 ബോയ്സ് വരണ്ടേ? ആൻഡ് 4 ബോയ്. ഇതൊരു സാധ്യത. അല്ലെങ്കിൽ 4 ഗേൾ ആകാം. 4 ഗേൾ എടുക്കുമ്പോൾ എത്ര ബോയ്സ് എടുക്കാൻ പറ്റൂ? 3 ബോയ്സ്. മൊത്തം 7 ആണല്ലോ. ഇനി മറ്റൊരു സാധ്യത 5 ഗേൾസ് വരുമോ? മാക്സിമം 4 ഗേളെ നമ്മുടെ കൈവശം ഉള്ളൂ. അപ്പൊ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. 3 ഗേൾസ് എങ്ങനെ സെലക്ട് ചെയ്യും? മൊത്തം 4, അതിൽ നിന്ന് 3 4C3 ഇൻറ്റു മൊത്തം 9 ബോയ്സ്, അതിൽ നിന്ന് 4 9C4. എന്ന് പറഞ്ഞാൽ പ്ലസ്, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു കൊടുക്കുക. അടുത്ത 4 ഗേൾസ് ഫ്രം 4 4C4 ഇൻറ്റു 3 ബോയ്സ് ഫ്രം 9. സോ 9C3. കാൽക്കുലേറ്റർ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ കിട്ടും. ഓക്കെ, കോമ്പിനേഷനിൽ കാർഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കൂടെ നോക്കിയിട്ട് പോവുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഫൈൻഡ് x+1 the whole raised to 6 plus x-1 the whole raised to 6 and hence find value of √2 + 1 the whole raised to 6 plus √2 - 1 the whole raised to 6. ബൈനോമിയൽ തിയറം യൂസ് ചെയ്ത് ഇത് എക്സ്പാൻഡ് ചെയ്യുക. ആദ്യം x+1 the whole raised to 6. നിങ്ങൾക്കറിയാം A plus B the whole raised to n എക്സ്പാൻഷൻ NC0. അപ്പോൾ ഇവിടെ 6C0 ഫസ്റ്റ് ടേം റൈസ് ടു മാക്സിമം പവർ x raised to 6 പ്ലസ് 6C1 ആദ്യത്തെ ടേമിന്റെ പവർ ഒന്ന് കുറയ്ക്കുക x raised to 5 ഇൻറ്റു സെക്കൻഡ് ടേം എഴുതണം 1 ആയതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ല. പ്ലസ് 6C2 ഇതിന്റെ ടേം പവർ ഒന്ന് കുറച്ചാൽ x raised to 4 ഇൻറ്റു സെക്കൻഡ് ടേം പവർ നമ്മൾ ഇൻക്രീസ് ചെയ്ത് എഴുതണം. പക്ഷെ 1 ആയതുകൊണ്ട് അത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. പ്ലസ് 6C3 x³ പ്ലസ് 6C4 x², അത് ഡിക്രീസിംഗ് ഓർഡറിൽ എഴുതുക. പ്ലസ് 6C5 x പ്ലസ് 6C6 ഇൻറ്റു 1 എന്ന് കിട്ടും. അതായത് സെക്കൻഡ് ടേം റൈസ് ടു മാക്സിമം പവർ 1 raised to 6 എന്ത് തന്നെയാണ് 1. രണ്ടാമത്തെ ടേം 1 ആണെങ്കിൽ അത് എഴുതുകയേ വേണ്ട. ഇനി കാൽക്കുലേറ്റർ കൊടുത്ത് കോഎഫിഷ്യൻസ് കണ്ടെത്തിയാൽ ആൻസർ ആയി. 6C0 1. അപ്പോൾ 1 ഇൻറ്റു x raised to 6 അത് 6C1 6 ഇൻറ്റു x raised to 5. 6C2 15 എന്ന് കാൽക്കുലേറ്റർ കൊടുത്താൽ കിട്ടും x raised to 4. 6C3 20 x³ പ്ലസ് 6C4 15 x². 6C5 എന്താണ് 6x പ്ലസ് 6C6 എന്താണ് 1. ഇത് x+1 the whole raised to 6. അപ്പോൾ x-1 the whole raised to 6 എന്തായിരിക്കും? തൊട്ട് മേളിൽ കിട്ടിയതിൽ ഓൾട്ടർനേറ്റീവായി സൈൻ ചേഞ്ച് ചെയ്യുക. പ്ലസ് മൈനസ് ആയി, അടുത്ത് ഇവിടെ പ്ലസ് മൈനസ് ആയി, അടുത്ത് ഇവിടെ പ്ലസ് മൈനസ് ആയി. നെക്സ്റ്റ് ഇവ തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. x raised to 6 ഉം x raised to 6 ഉം ആഡ് ചെയ്താൽ 2 times x raised to 6. ഇത് ക്യാൻസൽ ചെയ്തു പോയി. 15x raised to 4 15x raised to 4 ആഡ് ചെയ്താൽ 30x raised to 4. ഇത് ക്യാൻസൽ ചെയ്തു പോയി. ഇത് ആഡ് ചെയ്താൽ 30x². ഇത് ക്യാൻസൽ ചെയ്തു പോയി. ഇത് ആഡ് ചെയ്താൽ 2. സോ ഇതാണ് റിക്വയർഡ് വാല്യൂ. ഇനി യൂസിംഗ് ദിസ് റിസൾട്ട് വി ഹാവ് ടു ഫൈൻഡ് √2 + 1 the whole raised to 6 പ്ലസ് √2 - 1 the whole raised to 6. തൊട്ട് മേളിൽ കിട്ടിയതിൽ എക്സിന് എന്ത് കൊടുത്താൽ മതി? √2. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എക്സിന് √2 കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ ആൻസറിൽ എക്സിന് √2 കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. √2നെ 6 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ 8 എന്ന് കിട്ടും. സോ 8 × 2 16. √2നെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. 4 × 30 120. √2² 2 ഇൻറ്റു 30 60 പ്ലസ് 2 ആഡ് ചെയ്യുമ്പോൾ 198 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ഫസ്റ്റ് 3 terms ഓഫ് എ GP ഈസ് 13/12 ആൻഡ് ദെയർ പ്രോഡക്റ്റ് ഈസ് -1. ഫൈൻഡ് ദ ടേംസ്. ഒന്നുകിൽ ഇൻസേർട്ട് 2 numbers അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഫൈൻഡ് സം ടു n terms ഓഫ് 5 + 555 + 555 + എക്സെട്ര. അല്ല എങ്കിൽ ഈ ക്വസ്റ്റ്യൻ, ഞാൻ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 3ൽ 1 ഉറപ്പായിട്ട് ചോദിക്കും. സോ 3 termsന്റെ സമ്മും പ്രോഡക്റ്റും തന്നാൽ ടേംസ് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യും? A/R
AR അങ്ങനെ ചൂസ് ചെയ്യുക. ഇവയുടെ പ്രോഡക്റ്റ് -1, അതായത് ഇത് ഇൻറ്റു ഇത് ഈക്വൽ ടു -1. ആറും ക്യാൻസൽ ചെയ്താൽ A³ ഈക്വൽ ടു -1. A എന്താണ്? -1. നെക്സ്റ്റ് ഈ 3 ടേമിന്റെ സം നമുക്ക് 13/12 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 13/12. അടുത്തെന്ത് കൊടുക്കുക? എക്ക് കിട്ടിയ വാല്യൂ -1 കൊടുക്കുക. -1/r -1 - r ഈക്വൽ ടു 13/12. ഡിനോമിനേറ്റർ എന്താണ്? 12r. ഈച്ച് ടേമിനെ 12r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 12r മൾട്ടിപ്ലൈ ചെയ്താൽ ആറും പോയാൽ -12. ഇവിടെ -12r, ഇവിടെ -12r² ഈക്വൽ ടു ഇവിടെ 12r. 12 പോയാൽ 13r. നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് എഴുതാം. 12r² പ്ലസ് 25r പ്ലസ് 12 ഈക്വൽ ടു 0. -b പ്ലസ് ഓർ മൈനസ് √b² -4ac/2a എന്ന ഫോർമുല യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കോമൺ റേഷ്യോ -4/3 ഓർ -3/4 എന്ന് കിട്ടും. A -1 ആണല്ലോ. R എന്ന് പറയുന്ന ആദ്യം ഇത് കൊടുക്കുമ്പോൾ ടേംസ് എവിടെയാണ്? ടേംസ് A/r AR, ആ 3 ടേം അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ആൻസർ കിട്ടും. അടുത്ത തിരിച്ച് A ഈക്വൽ ടു -1 R ഈക്വൽ ടു ഇത് കൊടുക്കുമ്പോൾ മേളിൽ കിട്ടിയത് റിവേഴ്സ് ഓർഡറിൽ കിട്ടും അല്ലെ. ഇവിടെ എന്താണ് കിട്ടിയത്? ആദ്യം 4/3, അവസാനം 4/3 അല്ലേ, അത് ആദ്യം എഴുതുക. 4/3 -1 ദെൻ എന്താണ്? 3/4. കുറച്ച് സമയമെടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും നിങ്ങൾക്കത് എഴുതി പൂർത്തീകരിക്കാൻ സാധിക്കും. നെക്സ്റ്റ്, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ പരാബോള ഹൂസ് ഫോക്കസ് 3,0 ആൻഡ് വെർട്ടെക്സ് 0, 0. ഫോക്കസ് എന്ന് പറഞ്ഞാൽ A,0, A3. ഇക്വേഷൻ ഓഫ് പരാബോള ഫസ്റ്റ് പരാബോള എന്താണ്? y² ഈക്വൽ ടു 4ax. എക്ക് 3 കൊടുത്താൽ y² ഈക്വൽ ടു എന്ത് കിട്ടും? 12x. നെക്സ്റ്റ്, 4x² പ്ലസ് 9y² ഈക്വൽ ടു 36 എന്ന എലിപ്സ് തന്നിട്ടുണ്ട്. ഇതിന്റെ ചില പ്രോപ്പർട്ടീസ് കണ്ടെത്തുക. ഇത് എലിപ്സ് ആണെങ്കിൽ അതിന് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതേണ്ടതുണ്ട്. സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? x²/a² പ്ലസ് y²/b² ഈക്വൽ ടു 1. അപ്പോൾ ഈച്ച് ടേമിനെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4/36 താഴെ എന്ത് കിട്ടും? 9. 9/36 താഴെ എന്ത് കിട്ടും? 4, വിച്ച് ഈസ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം. x²/a², a² 9, a3, y²/b², b² 4, b എന്താണ്? 3. x² താഴെ ഇരിക്കുന്ന വലിയ നമ്പർ ആയതുകൊണ്ട് ഇത് ഫസ്റ്റ് ടൈം. ഉടൻ തന്നെ c² കാണുക. s² - b², 9 - 4 5, c ഈക്വൽ ടു √5. ഇനി ഫോർമുലകൾ കൊടുക്കുക. മസ്റ്റായിട്ട് പഠിക്കുക, പഠിക്കാതെ പോകരുത്. ഫോക്കൈൽ പ്ലസ് ഓർ മൈനസ് c,0 പ്ലസ് ഓർ മൈനസ് √5,0. വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് a,0, ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് a എന്തായിരുന്നു? 3,0. എക്സെൻട്രിസിറ്റി c/a √5/3. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഫോർമുല 2b²/a, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 8/3. മേജർ ആക്സിസിന്റെ ലെങ്ത് 2a 6, മൈനർ ആക്സിസിന്റെ ലെങ്ത് 2b. വെരി ഇമ്പോർട്ടൻറ്റ് ഷുവർ ക്വസ്റ്റ്യൻ, മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ട്രിഗണോമെട്രി നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് വാല്യൂ ഓഫ് സൈൻ 31π/3. കാൽക്കുലേറ്റർ കൊടുത്താൽ മതി കേട്ടോ. പൈ എന്ന് പറഞ്ഞാൽ 180, 31 × 180/3. എന്നിട്ട് സൈൻ അടിച്ചു കൊടുത്താൽ ആൻസർ √3/2 എന്ന് കിട്ടും. അല്ലാതെ റിഡക്ഷൻ ഫോർമുല ഉപയോഗിച്ചും ചെയ്യാം കേട്ടോ. രണ്ട് രീതിയിലും ചെയ്യാം. നെക്സ്റ്റ്, ഷോ ദാറ്റ് sin 3x പ്ലസ് sin x ബൈ cos 3x പ്ലസ് cos x ഈക്വൽ ടു tan 2x എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ LHS എടുത്തെഴുതി മേളിൽ sin a പ്ലസ് sin b. വെരി ഇമ്പോർട്ടൻറ്റ്, പഠിക്കാതെ പോരുത്. നമ്മൾ എൻ്റെ റിവിഷൻ ക്ലാസ്സിൽ ഷോർട്ട് കട്ട് ഫോമിലേക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. s പ്ലസ് s 2sc 2 sin a പ്ലസ് b/2. s പ്ലസ് s എന്താണ്? 2sc. ആദ്യം സൈൻ വരും, പിന്നെ കോസ് വരും. സൈൻ ആദ്യത്തെ എന്താണ്? a പ്ലസ് b/2. ആംഗിൾ ആഡ് ചെയ്യുക, ദെൻ ഡിവൈഡിങ് ബൈ 2. 3x x ആഡ് ചെയ്താൽ 4x. അതിന്റെ പകുതി എന്താണ്? 2x. അങ്ങനെയാണ് 2x. അടുത്ത കോസ് ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുക, ദെൻ ഡിവൈഡിങ് ബൈ 2. 3x x ഓച്ചാൽ 2x. അതിന്റെ പകുതി x ഡിവൈഡഡ് ബൈ c പ്ലസ് c cos a പ്ലസ് cos b 2cc ഫുൾ ഓഫ് c 2cc 2 × cos ആംഗിൾ ആഡ് ചെയ്യുക 3x x 4x. അതിന്റെ പകുതി 2x. അടുത്ത ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ cos x പോയി, 2 പോയി. സൈൻ ബൈ കോസ് എന്താണ്? tan. പിന്നെ ആംഗിൾ 2x, വിച്ച് ഈസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അടുത്ത് പ്രൂവ് ദാറ്റ് sin² 6x മൈനസ് sin² 4x ഈക്വൽ ടു ദിസ് വൺ. ഇത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഇത് ചോദിക്കും, അതുകൊണ്ട് ഉൾപ്പെടുത്തിയെന്ന് മാത്രം. ഇതിനകത്ത് sin x ഈക്വൽ ടു 3/4. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് അതർ ട്രിഗണോമെട്രി ഫംഗ്ഷൻ x ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനാണ് കൂടുതൽ സാധ്യത, എങ്കിലും ഇത് ഉൾപ്പെടുത്തിയെന്ന് മാത്രം. a² - b². എങ്ങനെ എഴുതാം? a പ്ലസ് b × a - b. So sin 6x plus sin 4x into factorization sin 6x minus sin 4x
വീണ്ടും എസ് പ്ലസ് എസ് എന്താണ് 2SC ഒറ്റ ഫോർമുലയാണ്. 2 സൈൻ ആംഗിൾ കൂട്ടുക 6x 4x 10x അതിന്റെ പകുതി 5x. അടുത്ത് കോസ് ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുക 2x അതിന്റെ പകുതി x. മേലത്തെ അതേ ഫോർമുല തന്നെയാണ് ഇവിടെ എസ് മൈനസ് എസ് അത് 2CS എന്നാണ്. അപ്പൊ 2 കോസ് നേരത്തെ പോലെ 5x കിട്ടും, സൈൻ x എന്ന് കിട്ടും. എന്നിട്ട് ഒരേ പോലത്തെ ആംഗിൾ ഗ്രൂപ്പ് ചെയ്യുക 2 സൈൻ 5x ഇൻറ്റു എന്താണ് ഈ കോസ് 5x. അടുത്ത 2 ഈ സൈൻ x എഴുതി കോസ് x എഴുതി. ഇത് എക്സിൻ്റെത് ഇത് 5x-ൻ്റെത്. 2 സൈൻ തീറ്റ കോസ് തീറ്റ അങ്ങനെ ഒരു ഫോർമുലയുണ്ട്. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റ സൈൻ 2 ഇൻറ്റു 5x 10x എന്ന് എഴുതാം. 2 സൈൻ x കോസ് എക്സിന് എങ്ങനെ എഴുതാം സൈൻ 2x. അല്ലെങ്കിൽ ഇത്രയും എഴുതിയിട്ട് എന്താണോ ഷോ ദാറ്റ് അത് എഴുതിയാൽ മതി, നോ പ്രോബ്ലം. ഓക്കെ, നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x അല്ലെങ്കിൽ സൈൻ എക്സ് അല്ലെങ്കിൽ കോസ് എക്സ് അല്ലെങ്കിൽ എക്സ് സ്ക്വയർ. ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കാം. മസ്റ്റായിട്ട് പഠിക്കുക, ഒന്നും സ്കിപ്പ് ചെയ്യേണ്ട. ഞാൻ സാമ്പിളായിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നൽകുന്നു എന്ന് മാത്രം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കാണുന്ന ഫോർമുല ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഇവിടെ എഫ് ഓഫ് എക്സ് 1/x അപ്പൊ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്തായിരിക്കും 1/x പ്ലസ് എച്ച് മൈനസ് 1/x ബൈ എച്ച്. ക്രോസ് മൾട്ടിപ്ലൈ എക്സ് മൈനസ് ഓഫ് എക്സ് പ്ലസ് എച്ച് ബൈ ഇത് ഇൻറ്റു ഇത്. അടുത്ത ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ തന്നെ ഇത് വരും. മേളിൽ എക്സും മൈനസ് എക്സും പോയാൽ മൈനസ് എച്ച് ബൈ താഴെയുള്ളത് അതുപോലെ എച്ചും എച്ചും പോയാൽ പിന്നെ മൈനസ് 1/x ഇൻറ്റു എക്സ് പ്ലസ് എച്ച്. എച്ചിന് 0 കൊടുക്കുക അപ്പൊ മൈനസ് 1 എന്ത് കിട്ടും എക്സ് സ്ക്വയർ. ഡെറിവേറ്റീവ് ഓഫ് 1/x എന്താണ് മൈനസ് 1/x സ്ക്വയർ. നെക്സ്റ്റ് ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ബൈ 1 പ്ലസ് സൈൻ എക്സ്. കോഷ്യന്റ് റൂൾ അല്ലെ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഫംഗ്ഷൻ ഓഫ് എക്സ് വന്നാൽ കോഷ്യന്റ് റൂൾ എന്താണ്? താഴെ ഇരിക്കുന്നത് അതുപോലെ എഴുതുക. മേളിലിരിക്കുന്നവന്റെ ഡെറിവേറ്റീവ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് മൈനസ് മേളിലിരിക്കുന്നത് അതുപോലെ എഴുതുക. എന്നിട്ട് താഴെ ഇരിക്കുന്നവന്റെ ഡെറിവേറ്റീവ് 1/0 സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ഇരിക്കുന്നവന്റെ സ്ക്വയർ 1 പ്ലസ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ. മറന്നു പോകരുത്. പിന്നെ എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ ഇത്ര രീതിയിൽ എഴുതാം. ജസ്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്ത് വെച്ചാലും നമുക്ക് മാർക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഇന്ന് പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ. NB5 ഈക്വൽ ടു 42 ഇൻറ്റു NB3 ഫൈൻഡ് വാല്യൂ ഓഫ് n. പെർമ്യൂട്ടേഷൻ NPR എന്താണ് ഫോർമുല? n ഫാക്ടോറിയൽ ബൈ ഇവയുടെ ഡിഫറൻസ് n മൈനസ് r ഫാക്ടോറിയൽ. അപ്പൊ NB5 എന്ത് കിട്ടും? n ഫാക്ടോറിയൽ ബൈ n മൈനസ് 5 ഫാക്ടോറിയൽ ഈക്വൽ ടു 42 ഇൻറ്റു NB3 n ഫാക്ടോറിയൽ ബൈ n മൈനസ് 3 ഫാക്ടോറിയൽ. ഇതും ക്യാൻസൽ ചെയ്യും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n മൈനസ് 3 ഫാക്ടോറിയൽ ബൈ n മൈനസ് 5 ഫാക്ടോറിയൽ ഈക്വൽ ടു 42. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു എക്സെട്ര എവിടെ നിർത്തുന്നു അവിടെ ഫാക്ടോറിയൽ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ n മൈനസ് 3 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? n മൈനസ് 3 ഇൻറ്റു n മൈനസ് 4 ഇൻറ്റു n മൈനസ് 5. താഴെ അതേ ടൈം അവിടെ നിർത്തുന്നു ഫാക്ടോറിയൽ കൊടുക്കുന്നു. എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു അവിടെ ഫാക്ടോറിയൽ കൊടുക്കുക. ഇതും ക്യാൻസൽ ചെയ്താൽ ഈക്വൽ ടു 42. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. എക്സ്പാൻഡ് ചെയ്ത് ഫാക്ടറൈസേഷൻ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഫോർമുല യൂസ് ചെയ്യുമ്പോൾ n ഈക്വൽ ടു 10, മൈനസ് 3 എന്ന് കിട്ടും. സെലക്ട് ദ പോസിറ്റീവ് വാല്യൂ n ഈക്വൽ ടു 10. സോ വിച്ച് ഈസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് അസാസിനേഷൻ. സംതിങ് ഈസ് റിപ്പീറ്റഡ് എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് കാണുന്ന ഫോർമുല n ഫാക്ടോറിയൽ ബൈ ഓരോ ലെറ്ററും റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ എണ്ണത്തിന്റെ ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്താണ് ആ ഫോർമുല? നിങ്ങൾക്കറിയാം, n ഫാക്ടോറിയൽ ബൈ p1 ഫാക്ടോറിയൽ ഇൻറ്റു p2 ഫാക്ടോറിയൽ ഇൻറ്റു p3 ഫാക്ടോറിയൽ ഇൻറ്റു p4 ഫാക്ടോറിയൽ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ്. അസാസിനേഷൻ എത്ര ഒബ്ജക്റ്റ് ഉണ്ട്? 13. p1 അതിൽ ഓരോ ലെറ്ററും എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു? A എന്ന് പറയുന്നത് 1, 2, 3 പ്രാവശ്യം. അപ്പൊ P1 3. S എന്ന് പറയുന്നത് 4. അപ്പൊ P2 4. അടുത്ത I എന്ന് പറയുന്നത് 2. അപ്പോൾ P3 2. അടുത്ത N എന്ന് പറയുന്നത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. സോ P4 2. സോ അതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഹൗ മെനി 3-digit ഈവൻ നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ് using the digits 1, 2, 3, 4, 5, 6, 7 if no digit is repeated. 1, 2, 3, 4, 5, 6, 7 ഈ ഡിജിറ്റ് ഉപയോഗിച്ച് എത്ര 3-digit ഈവൻ നമ്പേഴ്സ് ഫോം ചെയ്യാം? അപ്പൊ 3 ഡിജിറ്റ് ആണ്. അപ്പൊ 3 ബോക്സ് ഈവൻ നമ്പേഴ്സ് ആണോ അല്ലയോ തീരുമാനിക്കുന്ന ഫസ്റ്റ് പ്ലേസിൽ വരുന്ന നമ്പറാണ്. 1 മുതൽ 7 വരെ അതിനകത്തുള്ള ഈവൻ നമ്പർ ആരൊക്കെയാണ്? 2, 4, 6.
അതായത് ഈ ബോക്സിൽ ഒന്നുകിൽ 2 എഴുതാം, അല്ലെങ്കിൽ 4 എഴുതാം, അല്ലെങ്കിൽ 6. ദിസ് ബോക്സ് ക്യാൻ ബി ഫിൽഡ് ഇൻ 3 ways. നെക്സ്റ്റ്, മൊത്തം 7 നമ്പർ ഉണ്ട്. അതിൽ 1 ഇവിടെ എഴുതി കഴിഞ്ഞു, ബാക്കി ഇനി എത്ര ഉണ്ട്? 6. എഴുതിയത് വീണ്ടും എഴുതാൻ പാടില്ല. അപ്പൊ ഇവിടെ 6 രീതിയിൽ ഈ ബോക്സ് ഫില്ല് ചെയ്യാം. ഇപ്പൊ 2 എഴുതി കഴിഞ്ഞു, മൊത്തം 7 2 പോയാൽ പിന്നെ 5 ബാലൻസ് ഉണ്ട്. സോ ദിസ് ബോക്സ് ക്യാൻ ബി ഫിൽഡ് ഇൻ 5 ways. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് യൂസിങ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്നത് ഇവയുടെ പ്രോഡക്റ്റ് ആയിരിക്കും. 3 × 6 × 5 ദാറ്റ് ഈസ് 90 എന്ന് കിട്ടും. സോ അത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിലെ ഒരു പ്രോബ്ലമാണ്. അതിൽ നിന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്റർ എന്നുള്ളതാണ്. ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് y minus √3x minus 5 equal to 0 and √3y minus x plus 6 equal to 0. ഇതിൽ നിന്ന് സ്ലോപ്പ് കാണുക. y equal to √3x, xന്റെ കോഎഫിഷ്യന്റ് ആണ് സ്ലോപ്പ്. സോ m1 equal to √3. ഇവിടെ നിന്ന് √3y equal to x വരും. y equal to 1/√3x. അപ്പൊ ഇവന്റെ സ്ലോപ്പ് എന്താണ്? 1/√3. അപ്പോൾ m1 എഴുതി, m2 എഴുതി. ആംഗിൾ കാണുന്ന ഫോർമുല tan θ equal to m2 minus m1 by 1 plus m1 m2. വാല്യൂസ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ tan θ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1/√3. tan എന്തിന്റെ വാല്യൂ ആണ്? 1/√3. 30 ഡിഗ്രി കാൽക്കുലേറ്റർ കൊടുത്താൽ മതി. സോ വിച്ച് ഈസ് ദ ആൻസർ. നെക്സ്റ്റ്, ലൈനിന്റെ ഇക്വേഷൻ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇന്റർസെക്ടിങ് y ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 units above the origin. ഒറിജിനിൽ നിന്ന് 2 യൂണിറ്റ് മുകളിലാണ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് എന്തായിരിക്കും? 0,2. അത് എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി. അപ്പോൾ പോയിന്റ് എന്ന് പറയുന്നത് 0,2. ആംഗിൾ തന്നിരുന്നാൽ സ്ലോപ്പ് കാണുന്ന ഫോർമുല tan θ, tan 30 ദാറ്റ് ഈസ് 1/√3. പോയിന്റും സ്ലോപ്പും കിട്ടിയ ലൈനിന്റെ ഇക്വേഷൻ നമുക്കറിയാം. y minus y1 equal to m into x minus x1. വാല്യൂസ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ആയി. നെക്സ്റ്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സാധ്യതയില്ല, വെറുതെ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. ഫൈൻഡ് വാല്യൂ ഓഫ് k ഫോർ വിച്ച് ദ ലൈൻ k minus 3x minus equal to 0 ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. ഒരു ലൈൻ എക്സ് ആക്സിന് പാരലൽ ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് 0 ആയിരിക്കും. അതായത് കോഎഫിഷ്യന്റ് ഓഫ് x 0 ആയിരിക്കും. അതായത് k minus 3 equal to 0. അപ്പൊ k equal to എന്ത് കിട്ടും? 3. നെക്സ്റ്റ്, സ്ട്രെയിറ്റ് ലൈനിൽ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള 2 പോയിന്റ് തന്നിട്ട് ലൈനിന്റെ ഇക്വേഷൻ കാണുക. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് നോക്കുക. സോ എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 20 ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുത്തിയത്. എക്സാമിനേഷന് പോകുന്നതിന് മുന്നേ അവസാനവട്ട റിവിഷൻ എന്ന രീതിയിൽ ഇത് ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കുക. തീർച്ചയായും ഇന്നത്തെ എക്സാമിനേഷൻ മികച്ച രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.